അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കുറേ നാളുകളായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികളാണല്ലോ എല്ലാവരും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാൻഡ്രഫിന് ഒരു പെർമനൻറ്റ് ക്യൂട്ട് സൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു എന്താ പറയുക, ഒരു മിഡ് സൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതിന് പറ്റിയ ഒരു എണ്ണയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഈ സാധനം ഞാനിപ്പം 2 ബോട്ടിൽ മേടിച്ചു. അതിൽ 1 ബോട്ടിൽ തീർന്നു. അതിനുശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്. 100% ഇഫക്റ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു 85%ഓളം ഇഫക്റ്റീവാണ്. ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ കൂടെ ഈ അയ്യപ്പാല വെളിച്ചെണ്ണ കേട്ടോ, ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ കോട്ടയ്ക്കലിൻ്റെ തന്നെ ഈ ഒരു ഷാമ്പു ഉണ്ടല്ലോ, ഞാനിത് ഒരു ആഡായിട്ട് അങ്ങനെയൊന്നും പറയുമല്ല, എൻ്റെ അനുഭവമാണ്. കാരണം എനിക്കിപ്പോൾ ഒരു +1 +2 മുതലൊക്കെ എനിക്ക് നല്ല ഡാൻഡ്രഫ്, ഹെവി ഡാൻഡ്രഫ് എന്ന് ഇങ്ങനെ പൊറ്റ പോലെ തലയിലുണ്ടായിരുന്നു, പൊളിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം ആ സമയത്ത് ഡോക്ടറെയൊക്കെ കാണിച്ചിരുന്നു. ഡോക്ടർ നിസറോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പു ആയിരുന്നു എനിക്ക് ആ ടൈമിൽ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഷാമ്പു ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടാവും ആ ഷാമ്പു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് ഒരു 2 ദിവസത്തേക്കൊക്കെ എനിക്ക് കുറവുണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഡ്രൈ ആകും. നമ്മൾ ചൊറിയുമ്പോൾ നഖത്തിൻ്റെ ഇടയിലൊക്കെ വൈറ്റ് പാച്ചസ് താരൻ്റെ വരും നമുക്ക്. അപ്പോൾ എനിക്കറിയാം മാറിയിട്ടില്ല പൂർണ്ണമായിട്ട് എൻ്റെ താരൻ. അങ്ങനെ വർഷങ്ങളോളം ഈ നിസറോൾ യൂസ് ചെയ്തു. പിന്നെ പല ഷാമ്പൂസ് മാറി യൂസ് ചെയ്തു. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു എവിടെ കണ്ടാലും ഞാനതെല്ലാം വാങ്ങി യൂസ് ചെയ്യുമായിരുന്നു. ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല. തേക്കുന്ന ആ ഒരു ടൈമിലല്ലാണ്ട് പിന്നീട് എനിക്ക് യാതൊരു പ്രയോജനം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ട് കിട്ടിയിട്ടില്ല. ഒരു ഷാമ്പു പോലും. ചിലവർ പറഞ്ഞു ക്ലിനിക്കോൾ ക്ലിയർ പണ്ട് 2 ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഭയങ്കര ഇഫക്റ്റീവാന്ന് പറഞ്ഞു. അത് ഞാൻ ഒരുപാട് തേച്ചതാണ്. പിന്നെ അതിനു മുമ്പ് പണ്ട് റിജോയ്സ് എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നു, അത് തേച്ചു. അങ്ങനെ കുറേ ഷാമ്പൂസ് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ കുറേ നമ്മുടെ നാട്ടുവൈദ്യം ഉണ്ടല്ലോ, നമ്മുടെ കടുക് അരച്ച് തേക്കുക, പിന്നെ അതുപോലെ മോരിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഉലുവയൊക്കെ അരച്ചിട്ട്. പക്ഷെ ആ മോരിൻ്റെ ഉള്ളിൽ ഉലുവ അരച്ച് തേക്കുമ്പോഴത്തേക്കും ഒരു 50% ഒക്കെ മാറുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും യൂസ് ചെയ്യാതെ വരുമ്പം പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉലുവ അതുപോലെ നമ്മൾ തേക്കുമ്പം തലവേദന എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് കൂടി കഴിയുമ്പോൾ തലയ്ക്ക് നല്ല ഈ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊന്നും അധികം ഉലുവ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഉലുവം പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഈ സാധനത്തെക്കുറിച്ച് കണ്ടതും ഇത് വാങ്ങിയത്. നല്ല സൂപ്പർ പ്രൊഡക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തലവേദനിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് അയ്യപ്പാന വെളിച്ചെണ്ണയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 210 രൂപയാണ് കേട്ടോ. എത്രയും ഇല്ല 200 രൂപ അതിൻ്റെ റേഞ്ചിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കണതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്യും. സാധാരണ എല്ലാ വീട്ടമ്മമാരെയും പോലെ ടൈം നമുക്കും വളരെ കുറച്ചായതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് തേച്ച് നിൽക്കുന്നില്ല. ഒരു 10 മിനിറ്റ് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് തേക്കുക. അതിനുശേഷം കുളിക്കുമ്പോഴത്തേക്കും കഴുകിക്കളയുക. അത് വീക്കിലി ഞാൻ ഒരു പ്രാവശ്യം, വീക്കിലി 2-3 ടൈമായിട്ട് ഞാനിത് തേക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു ദിവസം മാത്രമേ ഞാനിത് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാറുള്ളൂ. ഈ ഷാമ്പു ഇതിനും ഏതാണ്ട് ഇത് 90 മില്ലി ഷാമ്പു ആണ് കേട്ടോ. ഇതിനും ഉണ്ട് 180 രൂപയോളം. നേരത്തെ ഇത്തിരി വലിയതായിരുന്നു, 100 മില്ലിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അത് അവർ വീണ്ടും കുറച്ചു. അപ്പം ഈ ഷാമ്പും ഇതും നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയാനുള്ളത് ഈ വെളിച്ചെണ്ണയാണ്. ഇത് നമ്മുടെ ദന്തപാല എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ദന്തപാലയുടെ ഇല വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് പണ്ട് ഇങ്ങനെ പറയുന്ന അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദന്തപാലയുടെ ഇല ഇങ്ങനെ പൊട്ടിച്ച് വെളിച്ചെണ്ണയുടെ ഉള്ളിലിട്ടിട്ട് വെയിലത്ത് വെച്ച് നല്ലപോലെ വെയിൽ കൊള്ളിച്ച് അതിൻ്റെ ആ സത്ത് ഫുള്ള് എണ്ണയിലേക്ക് ഊർന്നിറങ്ങണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പർപ്പിൾ കളർ, പിങ്കിഷ് അല്ല ഒരു പർപ്പിൾ കളർ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കളറാണ് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ, ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ താരന് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ ടോൺ മാറത്തില്ലേ, ചെറുതായിട്ട് നമുക്ക് സൺടാനൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു കറുപ്പൊക്കെ ഉണ്ടല്ലോ, അതിനും ഭയങ്കര ഇഫക്റ്റീവാണ് ഈ സാധനം. അതും ഞാൻ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ കഴുത്തിനുള്ള കറുപ്പ്, ഇവിടെയൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു, എനിക്ക് അതൊക്കെ മാറാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ സാധനം തന്നെയാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് വാങ്ങുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വാങ്ങിയതാണ് ഈ എന്താ പറയുക നാൽപ്പാമരാതി കേരതൈലം എന്ന് പറഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണ. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ യൂസായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. കാരണം 2 ഉണ്ടല്ലോ, മറ്റേ അവർ പറയുന്നത് പോലെ നെയ്യപ്പം തിന്ന 2 കാര്യം എന്ന് പറയുന്ന പോലെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഡാൻഡ്രഫിനും യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണ ചില അലർജിക്കൊക്കെ എന്താ സോറിയാസിസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷേ എന്തായാലും ഇത് സ്കിന്നിന് നല്ലതാണ്, അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ കറുത്ത ടാണും കാര്യങ്ങളൊക്കെ മാറുമല്ലോ, അതിന് ഇതെന്താണെങ്കിലും എഫക്റ്റീവാണ്. അപ്പോൾ മസ്റ്റ്ലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, ഇല കിട്ടിയിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ മതി. താരനായിട്ട് ബുദ്ധിമുട്ടുന്നവർ എന്ത് തേച്ചിട്ട് മാറുന്നില്ല എന്നുള്ളൊരു പരാതിയായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ചെയ്തു, ഇത് രണ്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരിക്കും. താങ്ക് യു.